നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമായിരുന്ന CPM സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പ്രതിനിധികൾ. മലയാളപ്പുഴ മോഹൻ ഒന്ന് പറയുന്നു, പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർ പ്രത്യേകം അഭിപ്രായം പറയുന്നുവെന്നും വിമർശനം. PP ദിവ്യയെ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുത്തുവെന്ന് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധി. ദിവ്യയ്ക്ക് പാർട്ടി സംരക്ഷണം നൽകണമായിരുന്നുവെന്നും അഭിപ്രായം. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർ വ്യത്യസ്ത അഭിപ്രായമാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ഒരു കൂട്ടർ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ നേതൃത്വം PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലാ നേതൃത്വം അവരെ തള്ളി പറയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ നേതാക്കൾക്ക് ജാഗ്രത വേണമായിരുന്നുവെന്നാണ് പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ ഒരു പൊതുധാരണ ഉണ്ടാക്കിയ ഒരു പൊതു അഭിപ്രായമാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. PP ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന സമീപനം പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്വീകരിച്ചപ്പോൾ അവരെ സംരക്ഷിക്കുകയാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്. ഈ സ്ഥിതി ഒഴിവാക്കണമായിരുന്നുവെന്ന് എറണാകുളത്തു നിന്നുള്ള പ്രതിനിധി വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ PP ദിവ്യയെ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുത്തു. ഇക്കാര്യത്തിൽ ഈ പാർട്ടി നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി എന്ന വിമർശനമാണ് ഈ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നത്. ദിവ്യയ്ക്ക് സംരക്ഷണം നൽകണമായിരുന്നു എന്നാണ് കൊല്ലത്തു നിന്നുള്ള പ്രതിനിധി ഉന്നയിച്ചത്. പക്ഷേ അക്കാര്യത്തിൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വം അവരെ പൂർണ്ണമായും തള്ളിപ്പറയുകയും നവീൻ ബാബുവിന്റെ ഭാഗത്താണ് ശരി എന്ന തരത്തിലാണ് പ്രതികരണം ഉണ്ടായത്. അതേ സമയത്ത് കണ്ണൂരിലെ നേതൃത്വം ദിവ്യയെ സംരക്ഷിക്കുന്ന സമീപനമുണ്ടായി. ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ഇടയിൽ പോലും ഒരു ഭിന്നതയോ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായവും ആശയക്കുഴപ്പവും ഉണ്ടായെന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. മലയാളപ്പുഴ മോഹൻ ഒരു കാര്യം പറയുന്നു, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു കാര്യം പറയുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരു കാര്യം പറയുന്നു. അങ്ങനെ പാർട്ടിയുടെ നേതാക്കൾക്കിടയിൽ പോലും ഇത് സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഏക അഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നത്. ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടാകണമായിരുന്നുവെന്ന വിമർശനമാണ് പ്രധാനമായും ഈ ചർച്ചയിൽ പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത്. അർജുൻ, അതുപോലെ തന്നെ പാർട്ടിയിലെ യുവജന നേതൃത്വം പരാജയമെന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ജനകീയ അടിത്തറയില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും വിധം ഇടപെടലുകൾ എന്നും ഒരു വിമർശനമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇക്കാര്യത്തിൽ സർക്കാർ ഭരണം നടത്തുന്നത് കൊണ്ട് തന്നെ, പാർട്ടി നേതൃത്വത്തിൽ ഭരണം നടത്തുന്നത് തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഈ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്. യുവജന നേതൃത്വം, പ്രത്യേകിച്ച് DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ജനകീയ അടിത്തറയില്ലാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് ചില പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും വിധം ഈ യുവജന സംഘടനകൾക്ക് ഇടപെടലുകൾ നടത്താൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ള വിമർശനമായി പറയുന്നത്. സർക്കാർ ഉള്ളതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പോരായ്മകളുണ്ട്. പോഷക സംഘടനകളും ഇതിന് സമാനമായ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഒപ്പം തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലും ഈ ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആശാ വർക്കർമാരുടെ സമരം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് ഈ പ്രതിനിധികൾ വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആശാ വർക്കർമാരുടെ സമരം, അവർ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ട് പോലും ഇക്കാര്യം പരിഹരിക്കാതെ അവരെ സമരത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായതെന്നാണ് പ്രതിനിധികൾ വിമർശനമായി ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഈ പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. ശരി അർജുൻ, വിവരങ്ങൾ നൽകിയത് അർജുനാണ്.